എല്ലാവർക്കും ഷൈൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വളപ്രയോഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെ റോസാ ചെടികൾക്കും അതേപോലെ മറ്റ് പൂച്ചെടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്ന, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വളപ്രയോഗത്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ്, ജൈവവളമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ജൈവവളം. നമുക്ക് പൂക്കൾ റെഗുലറായിട്ട് ഉണ്ടാവണമെങ്കിൽ എന്തായാലും നമ്മൾ ചെടികൾക്ക് ജൈവവളം അല്ലെങ്കിൽ രാസവളം നമ്മൾ ഇട്ട് കൊടുക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ചെടികൾ മുരടിച്ച് പോവുകയുള്ളൂ. ചട്ടിയിലൊക്കെ വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതി ചെയ്ത് കൊടുക്കേണ്ട രീതിയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ. തീരെ വളം ഇല്ലെങ്കിൽ ചെടികൾ പൂക്കൾ ഉണ്ടാവില്ല. എന്നാൽ വളം അധികമായാലും അതും ചെടികൾക്ക് കേടാണ്. നമ്മുടെ ഇലകളൊക്കെ കരിഞ്ഞ് പൂക്കളും അതും ചെടികൾക്ക് ദോഷമായി വരുന്ന രീതിയിലേക്ക് മാറും. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു വളവും ചെടികൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെടിയിൽ പൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല വെയിലാണ്. ഏതൊരു ചെടിക്കാണെങ്കിലും അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ മാത്രമേ ചെടികളിൽ പൂക്കളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ അഡീനിയം ചെടിയാണെങ്കിൽ പ്രത്യേകിച്ച് അഡീനിയം ചെടികൾക്ക് ദിവസം 5-6 മണിക്കൂർ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ചെടികളിൽ പൂക്കളുണ്ടാവും. ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ കുറവായിരിക്കും. അതേപോലെ ചെടിക്ക് അധികം ഹെൽത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പൂക്കൾ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് പൂക്കൾ കേടാകാതിരിക്കാനും അതേപോലെ ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷെയ്ഡിൽ വയ്ക്കാം. എന്നാലും പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ഇപ്പോൾ നമ്മൾ ഷെയ്ഡിലാണ് വെച്ചത്. എന്നാൽ ദിവസം ഒരു 3-4 മണിക്കൂർ ഡയറക്റ്റ് വെയിൽ നമുക്ക് കിട്ടും. നമ്മളെ ജമന്തിയാണ്. ജമന്തിക്ക് നമ്മൾ ഇതേപോലെ വളങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പോയിൻസിറ്റിയ നമ്മൾ തണ്ട് മുറിച്ച് നട്ടിട്ട് തൈകളാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ മുട്ടുകൾ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തണ്ടിൽ വരെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട്. ഈ ചെടികളൊക്കെ നമുക്ക് രാസവളം ചേർക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ പൂച്ചെടികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പച്ചക്കറി ചെടികൾക്ക് മാത്രം ജൈവവളം കൊടുത്താലും മതി. എന്നാൽ നമ്മൾ പൂച്ചെടികൾക്കൊക്കെ ജൈവവളം തന്നെയാണ് കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ചാണകപ്പൊടി തന്നെയാണ്. അതുകൂടാതെ നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കാൻ പറ്റിയൊരു വളമാണിത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ളത് നമ്മുടെ പഴത്തൊലികൾ, അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റ്, ഇതൊക്കെ നമ്മൾ പച്ചയിൽ തന്നെ അഴുകാതെ തന്നെ നമ്മൾ അടിച്ച് ഇതേപോലെ ആക്കി വെച്ചതാണ്. നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ആണ് ഏറ്റവും നല്ലത്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ അതിൽ കുറച്ച് ഈസ്റ്റ് ചേർത്ത് ആ ഒരു കുഴമ്പ് രൂപത്തിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു 2 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ചെടികൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളമാണ്. നമ്മൾ വെള്ളം നല്ല രീതിയിൽ ചേർക്കുക. ഏകദേശം ഒരു 10 ഇരട്ടിയെങ്കിലും വെള്ളം ചേർക്കണം എന്നാണ് പറയാറ്. നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് വേണം മറ്റ് ചെടികൾക്ക് നനച്ച് കൊടുക്കാൻ. ചെടികൾ സാധാരണ നനയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു വളം അതിൽ ചേർത്ത് നനച്ച് കൊടുത്താൽ മതി. ഇത് ഒരു മാസത്തിൽ 2 തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെടിയിലൊക്കെ ഏത് ചെടിയിലും പൂക്കളുണ്ടാവും. ചെടി നല്ല താഴ്ച വളരും. അതേപോലെ നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ബക്കറ്റിൽ 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ബക്കറ്റ് ഫുള്ളാകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. നമ്മൾ വെള്ളം ചേർത്ത് നിറപ്പിച്ചിട്ടും ഈ വെള്ളത്തിൻ്റെ കളറ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കട്ടിയുള്ള വളമായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റോസാ ചെടികൾക്കും മറ്റു ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അധികം ഇലയിലോ തണ്ടിലോ ഒന്നും അധികം പറ്റാത്ത രീതിയിൽ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വളം കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ചെടി നടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കരിയിലകളൊക്കെ ഇട്ടിട്ട് നടുകയാണെങ്കിൽ അതൊരു വളമായിട്ട് മാറും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ മണ്ണ് ഒന്ന് ഇളക്കി, ചുവട്ടിലുള്ള മണ്ണൊന്ന് ഇളക്കിയിട്ട് എല്ലുപൊടി ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും, പൂക്കളാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബോഗൻവില്ലയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബോഗൻവില്ലയ്ക്കൊക്കെ ഈ ഒരു വളം ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഒരു ചിലവില്ലാതെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വളമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ അതേപോലെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആക്കി വെച്ച് അതൊന്ന് അഴുകിയിട്ട് അതിൻ്റെ വെള്ളം നേർപ്പിച്ച് ഒഴിച്ചാലും മതി. എന്നാലും അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള വളം. നമ്മുടെ ജറബറയിലൊക്കെ പൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വളം ഇത് തന്നെയാണ്. അതേപോലെ തന്നെ ജറബറയിൽ പൂടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ ഒന്ന് കളയുന്നത് നന്നായിരിക്കും. 3-4 ഇലകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ മാത്രം വെച്ചാൽ മതി. അധികം ഇലകളായി കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ടെൻഡൻസി കുറവായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ മറ്റ് ചെടികളിലും ഇതേപോലെ മുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലകൾ, ഉണങ്ങിയ ഇലകളും മൂപ്പത്തി ഇലകളൊക്കെ നമ്മൾ പറിച്ച് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
നമ്മൾ വളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കും. അത് നനയ്ക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്യുന്നത് 2 ആഴ്ചയിൽ ഒരിക്കലും മാത്രം ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ മതി. കുറഞ്ഞത് മാസത്തിൽ 2 തവണയെങ്കിലും ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡ്, അതിന് നമുക്ക് ഈ ഒരു വളം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തൈകളൊക്കെ നിറയെ തൈകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ അനാറാണ്. അനാറ്, അതേപോലെ പേരക്ക, നമ്മളെ ചിക്കു നമ്മൾ ചെറിയ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്ത ചെടികളാണ്. ഇത് പൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഈ ഒരു വളം ഏറ്റവും നല്ലതാണ്. അതേപോലെ ഇത് നമ്മളൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്, ഗോൾഡൻ കസ്കാർഡ് എന്ന് പറയും. ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ ടെറസിന് മുകളിൽ നല്ല വെയിലുള്ള ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്തെ ഈ ചെടികൾ വളരും, പൂക്കളുണ്ടാവും. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ 2 വെറൈറ്റിക്കും നമ്മൾ ഇതേപോലെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല ഭംഗിയാണ്. പൂക്കൾ ഇതേപോലെ പൂക്കൾ വിരിഞ്ഞ് പിന്നെ അത് ഇലയായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഫലവൃക്ഷ തൈകളാണ്. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേര, മറ്റ് 2 ഫ്രൂട്ടുകളുണ്ട്. ഫ്രൂട്ടിൻ്റെ വെറൈറ്റികളാണ്. അതിൻ്റെ പേര് നമുക്ക് കറക്റ്റ് അറിയില്ല. 2 നമ്മൾ ഇതേപോലെ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിൽ വെച്ച് കൊടുത്താണ്. ഇതിലേക്കാണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കലൊക്കെ. അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെല്ലാവരും ബൈ ബൈ.